ഇമാതിരി ഒരു കല്യാണം നിങ്ങൾ ദുനിയാവിൽ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലൊരു കല്യാണത്തിൻ്റെ കാഴ്ചകളിലേക്ക് കയറി വാ. ഗിന്നസ് ബുക്കിലേക്ക് ഒരു മലയാളി കല്യാണം കയറാൻ പോവുകയാണ്. അടിപൊളി അടാറ് ഐറ്റംസ് വിളമ്പിയതിൻ്റെ പേരിലും ഇത്രയും ക്രൗഡ് വന്നതിൻ്റെ പേരിലുമാണ് റെക്കോർഡ്. കല്യാണത്തിന് വിളമ്പിയ ഐറ്റംസിൻ്റെ എണ്ണത്തിനപ്പുറം അതിൻ്റെ വെറൈറ്റി കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഒരു രക്ഷയില്ലാത്ത അടാറ് ഐറ്റംസ്. ഇതുപോലുള്ള ഐറ്റംസ് വേറൊരു കല്യാണത്തിന് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് അടിപൊളി അടാർ ഐറ്റം. മന്തി മാത്രമോ, സീ ഫുഡിൻ്റെ വെറൈറ്റി ഐറ്റംസ്. മെയിനായിട്ട് അവിടെ നെമ്മീനാണ്, പിന്നെ അത്യാവശ്യം എല്ലാ സീ ഫുഡും ഉണ്ട്. ഇതൊരു കല്യാണത്തിൻ്റെ വിരുന്നിൻ്റെ കഥയാണ്. ഒരു ഇൻ്റർനാഷണൽ വിവാഹമാണ്. കണ്ട സായിപ്പും മദാമേക്കഥ വന്നിരിക്കുകയാണ് നമ്മുടെ നാടൻ ഫുഡ് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കാഴ്ച മിസ്സാവും. ഇത്തരം വെറൈറ്റി ഒരു കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടില്ലേ, നെമ്മീനൊക്കെ ഇത് അവിടെ ഇങ്ങനെ ലൈവായിട്ട് കൊണ്ട് നിരത്തിയിരിക്കണം. കാരണം നമുക്ക് ഇഷ്ടമുള്ള നെമ്മീന് അവിടെ നിന്ന് ഇങ്ങനെ ലൈവായിട്ട് പൊരിച്ച് തരികയാണ്. പിന്നെ കപ്പയുണ്ട്. കപ്പ നല്ല മഷി പോലെ വെന്തുടഞ്ഞ കപ്പ, നല്ല ചൂരക്കറി, കേരാച്ചൂരയുടെ കറിയാണ്. ലൈവായിട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നൂറ്റിക്കണക്കിന് ഐറ്റംസാണ് ഈ കല്യാണത്തിന് വിളമ്പിയത്. റെക്കോർഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കേണ്ട ഒരു കല്യാണ കാറ്ററിംഗ് വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. കല്യാണത്തിനെത്തി പെണ്ണിനും ചെറുക്കനെയും കാണുന്നതിന് മുമ്പേ ആദ്യം പോകേണ്ടത് കുശ്നിയിലേക്കാണ്. അപ്പോൾ കുശ്നി പോകാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു കുശ്നി കൂടെയാണ്. കാരണം ഇത് നമ്മുടെ സൗപർണിക കാറ്ററിങ്ങിൻ്റെ കല്യാണമാണ്. അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്യ ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാതെ അതാ ലൈവായിട്ട് പൊറോട്ട അടിച്ചു തുടങ്ങുന്നു. അവിടെ ലൈവായിട്ട് നല്ല പഞ്ഞി പോലത്തെ പൊറോട്ട, നല്ല അടിപൊളി അടാറായിട്ട് ചിക്കൻ പൊരിക്കുകയാണ്. നല്ല ചിക്കൻ ഫ്രൈ, നല്ല വെളിച്ചെണ്ണയിൽ പൊരിക്കണം ചിക്കൻ ഫ്രൈ. അന്യായ മണമാണ്. പുട്ടും കടലയും ചിക്കൻ ഫ്രൈ, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാ കോഴി ചുട്ടെടുക്കുന്നു. ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി മെനുവുള്ള ഒരു കല്യാണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടിയിട്ടില്ല. അത്രയ്ക്കും വലിയൊരു കല്യാണം, ഒരു ഗിന്നസ് ബുക്കിലേക്ക് കയറാൻ സാധ്യതയുള്ളൊരു കല്യാണത്തിന് കാറ്ററിംഗ് ഒരുക്കിയ സൗവർണിക കാറ്ററിങ്സിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരുപാട് ഐറ്റം ഫുഡുണ്ട്. ഫുഡ് ഇതിലൊന്നും തീരുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ഫുഡൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയ കല്യാണമോ? എൻ്റെ പൊന്നെണ്ണ, ഏക്കർ കണക്കിനാണ് മണ്ഡപവും ഇതെല്ലാം അവരവിടെ സെറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തറവാട്ടിലൊക്കെ നടക്കണ പോലെ ഒരു കല്യാണം, ഒരു വലിയ സെറ്റപ്പിൽ അടിപൊളി അടാറായിട്ട് ഒരിക്കലും കല്യാണം. ആദ്യം ഫുഡ് ഞാൻ കാണിക്കാം. ഫുഡിൻ്റെ കലവറയിലെ കാഴ്ചകളും അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ കാണിക്കാം. അതിനുശേഷം നമുക്ക് പയ്യനെയും ചെറുക്കനെയും കാണാം. പിന്നെ അവിടുത്തെ കല്യാണ വിശേഷങ്ങൾ, ഒരുക്കങ്ങളെല്ലാം കാണാം. ഇതാ പറക്കും പൊറോട്ട അടിക്കുന്ന ചേട്ടനാണ്. പുള്ളി ഇതാ എയറിലിപ്പം പൊറോട്ടയൊക്കെ പറത്തി കാണിച്ചു തരുന്നത്. നല്ല തിന്നായിട്ടുള്ള പറക്കും പൊറോട്ട കണ്ടാ, പറഞ്ഞ കട്ലറ്റ്, ചിക്കൻ സൂപ്പ്, എഗ്ഗ്, കേസരി, സാലഡ്, ടേബിൾ ഫ്രൂട്ട്സ്, ഐസ്ക്രീം, ഗുലാബ് ജാം, ഫ്രൂട്ട് സാലഡ്, ജ്യൂസ്, 5 ഐറ്റംസ്, വെൽക്കം ഡ്രിങ്ക്സ്, അച്ചാർ, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ചിക്കൻ കറി, ചിക്കൻ ചില്ലി, മട്ടൻ കുറുമ, കേരമീൻ കറി, നെമ്മീൻ ഫ്രൈ, കടലക്കറി, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ ലോലിപോപ്പ്, പനീർ മസാല, ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ ടിക്ക. തീർന്നില്ല, ഷവർമയുണ്ട്. ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കണക്കിനാണ് ഷവർമ അവിടെ വെട്ടി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വന്നു കല്യാണത്തിന്. അതുകൊണ്ടാണ് കേട്ടോ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10,000-ത്തിലധികം. കോവിഡ് കാലത്തിന് ആ ഒരു ടൈറ്റ്നസിന് ശേഷം ഇത്രയും അധികം ആൾക്കാർ പങ്കെടുത്ത വേറൊരു കല്യാണം ഞാൻ കണ്ടിട്ടില്ല. കല്യാണത്തിൻ്റെ തിരക്ക് കണ്ട, ഫുഡ് കഴിക്കാനായിട്ടുള്ള മണ്ഡപത്തിലുള്ള തിരക്ക്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവിടെ വാരിക്കോരിയാണ് വിതറിയിട്ടിരുന്നത്. ഇത് ഇവർക്ക് വെറുതെ കിട്ടുന്നതാണെന്തോ. ഒരു കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർക്ക് ഇഷ്ടമുള്ള അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ നൂഡിൽസ് അടിക്കുന്നുണ്ട്, ലൈവാണ്. കഴിഞ്ഞിട്ട് പറക്കും പൊറോട്ടയും കൂടെ ആണ്. വളരെ നേരത്തെ പറക്കും പൊറോട്ട. ഇതിന് വേറെ എന്തൊരു പേരാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഞാൻ ഇതിനെ പറക്കും പൊറോട്ട എന്നേ വിളിക്കുള്ളൂ. പിന്നെ ചേട്ടൻ ലൈവായിട്ട് നെമ്മീൻ ഒക്കെ മസാല ഇട്ട് പുരട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലകളൊക്കെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ലാവിഷായിട്ടാണ് കൊല. ഇതാ കല്യാണ വീട്ടിലെ അലങ്കാരത്തിൻ്റെ കാഴ്ചകളാണ്. അതാണ് നമ്മൾ ചെല്ലുന്ന വഴി മുഴുവൻ നമ്മുടെ സൗപർണിക കാറ്ററിങ്ങിൻ്റെ ടീം അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, വഴിയാണ് കല്യാണ വീട്ടിലേക്ക് പോണ വഴി. അവിടെ സൗപർണിക ഇവൻറ്റ്സ്, സൗപർണിക കാറ്ററിങ്ങും എന്ന് വെച്ചാൽ ഇത് രണ്ടും നമ്മുടെ സ്വന്തം ഒരു അണ്ണൻ്റെ പരിപാടിയാണ്. അതും കൂടെ കൊണ്ടാണ് നമ്മൾ ഈ കല്യാണത്തിന് പോയത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാത്ത കല്യാണമാണ്. എന്നാൽ ഫുഡ് കഴിക്കാനായിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് പോയത്. അവിടെ ഗാനമേള ഉണ്ടായിരുന്നു. കല്യാണ വീട്ടിലേക്ക് എത്തുന്ന വഴി മുഴുവൻ അലങ്കാര ദീപങ്ങളും അത്ഭുത കാഴ്ചകളൊക്കെയാണ്. നല്ല രസമാണ്. അതിൻ്റെ അകത്തോട്ട് വലിയൊരു ബാഹുബലി കണക്ക് കോട്ട കണക്കാണ് ആ ഒരു എൻട്രൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പഴയ കാലത്തെ ഒരു ശില്പങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആനയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ലൈറ്റും മറ്റ് സെറ്റപ്പ് എല്ലാം കിടിലൻ സാധനങ്ങളായിരുന്നു. എല്ലാവരും കൂടെ ഒരു വലിയ രസമുള്ളൊരു സാധനം. കുറേ വെൽക്കം ഗേൾസും, പിന്നെ ഒരു രക്ഷയില്ലാത്ത വൈബെന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊണ്ട് പ്രളയമാണ്. പിന്നെ അതാ കളർഫുള്ളാണ് മണ്ഡപം. മണ്ഡപത്തിലേക്ക് കയറാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. പക്ഷേ ഇത്രയും തിരക്ക് ഇവർ മാനേജ് ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഡൗട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത് റെക്കോർഡ് കിട്ടുമെന്ന്. കാരണം നിങ്ങൾ കയറി നോക്കുമ്പോൾ മനസ്സിലാവും
തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരത്താണ് എത്തുന്നത്, എന്നിട്ടുമുള്ള തിരക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കല്യാണം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ ഒരേ തിരക്കായിരുന്നു. പക്ഷേ ഈ തിരക്കൊന്നും ഇവർ മൈൻഡ് ചെയ്യാതെ അത്രയും ആൾക്കാർക്ക് ഫുഡും അവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും എല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ സൗവർണിക കാറ്ററിങ്ങിന് പറ്റി. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയത് കുറച്ച് ലേറ്റായിട്ടാണ്. ഭയങ്കര തിരക്കാണ്. ഞാൻ തിരക്കെന്ന് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല. അതാ തിരക്ക് കാണണമെങ്കിൽ ഇതാ കണ്ടോ, മോളിൽ നിന്ന് മണ്ണ് വാരിയിട്ടാൽ തറ വീഴില്ല, അത്രയും തിരക്ക്. അതുപോലെ തിരക്കുള്ള ഒരു കല്യാണമായിരുന്നു. ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ് കൂടുതൽ തിരക്ക് ആൾക്കാർക്ക്. പക്ഷേ ലാവിഷായിട്ട് നിന്നും ഇരുന്നും ഒക്കെ കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും ഉണ്ടായിരുന്നു. ഇത്രയും ഓവർ ക്രൗഡ് വരുമ്പോൾ ഫുഡൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് ഇവരെ കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യത്തിൽ ഇവരെ സല്യൂട്ട് ചെയ്തേ പറ്റും. കാരണം ഇത്രയും ക്രൗഡൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഫുഡൊക്കെ മാനേജബിളായിട്ട് അവർ കൊണ്ടുവരുന്നു, അത് കൃത്യമായി എല്ലാവർക്കും സെർവ് ചെയ്യുന്നു, കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇതിന് പിന്നിൽ ഓടി നടക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. പക്ഷേ അദ്ദേഹത്തിന് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓണറാണ്. പുള്ളിയുടെ പേര് പറയുന്ന പോലും പുള്ളിക്ക് ഇഷ്ടമില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. കണ്ടില്ലേ, അച്ചാർ തന്നെ എത്ര വെറൈറ്റിയാണ് കല്യാണത്തിന് വിളമ്പുന്നത്. എല്ലായിടത്തും അത് കഴിക്കാനായിട്ടുള്ള ക്രൗഡും. പിന്നെ അച്ചാർ മാത്രമല്ല, നല്ല അടിപൊളി ഉണ്ണിയപ്പമുണ്ട്. ഉണ്ണിയപ്പമൊക്കെ കല്യാണത്തിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. സ്വീറ്റ്സായിട്ട് ഉണ്ണിയപ്പം മാത്രമല്ല, നല്ല അടിപൊളി വൈറ്റ് ചോക്ലേറ്റും ബോംബെ മിഠായിയും ബ്ലാക്ക് ചോക്ലേറ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചായ പല വെറൈറ്റി ഐറ്റംസ്, കട്ടൻ്റെ പല വെറൈറ്റി ഐറ്റംസ്. കണ്ട ക്രൗഡ് കണ്ട ഒരു രക്ഷയില്ലല്ലോ. ഇതാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ലൈവായിരുന്നു, പൊളി ഐറ്റംസ്. കട്ട്ലറ്റൊക്കെ അവിടെ താണ്ടില്ലേ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങും കട്ടൻ്റെ മിക്സർ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ